ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ണിൽ കുരു, അതായത് കൺകുരു എന്ന് പറയുന്ന സ്റ്റൈ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ്. നമ്മുടെ ക്ലിനിക്കിലേക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് സ്റ്റൈ അല്ലെങ്കിൽ കൺകുരു. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ കണ്ണിൽ കുരു വരുന്നത്, അത് മാത്രമല്ല അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, എന്തൊക്കെ മരുന്നുകളാണ് അതിന് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഈ കൺകുരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺപീലിയുടെ അറ്റത്തോ അല്ലെങ്കിൽ കൺപോളകളുടെ ഉള്ളിലോ പുറത്തോ ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങളിൽ കാണുന്ന കുരുവിനെയാണ് നമ്മൾ കൺകുരു എന്ന് പറയുന്നത്. അപ്പോൾ അത് മിക്കവാറും കോസ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനാണ് അതിൽ സാധ്യത. അപ്പോൾ ഒന്നില്ലെങ്കിൽ കൺപീലിയുടെ അറ്റത്താണെങ്കിൽ അത് നമ്മുടെ ഹെയർ ഫോളിക്കിളിൻ്റെ, അതായത് നമ്മുടെ ഓയിൽ ഗ്ലാൻസ് എന്ന് പറയും, നമ്മുടെ എണ്ണമയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഓയിൽ ഗ്ലാൻസിൻ്റെ ഇൻഫെക്ഷൻ ആവാം. അല്ലെങ്കിൽ നമുക്ക് കൺപോളകളുടെ ഉള്ളിലോ പുറത്തോ ഉണ്ടാവുന്ന സ്റ്റെഫൈലോകോക്കൽ ഇൻഫെക്ഷൻ. സ്റ്റെഫൈലോകോക്കസ് ആണ് ഇതിൻ്റെ, ഈ ഒരു ബാക്ടീരിയയാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കണ്ണിൽ കുരു പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെഫൈലോകോക്കൽ ബാക്ടീരിയയുടെ ഒരു കാരണം കൊണ്ടും നമുക്ക് കണ്ണിൽ കുരു ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും അതിൽ കാണുന്നത്? ഇത് വന്നവർക്കറിയാം, ഇത് കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്, ഒരുപാട് ആൾക്കാർ വരുന്നവരാണ്. അപ്പോൾ അവർക്കറിയാൻ പറ്റും. ഇതിൽ സാധാരണ എല്ലാ ഇൻഫ്ലമേറ്ററി സൈൻസും, അതായത് വേദന, അതേപോലെ റെഡ്നെസ്, ചുമന്ന നിറമായിട്ടിരിക്കും, അതേപോലെ നീരുണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ടിയേഴ്സ്, അതായത് നമ്മുടെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ എല്ലാതരം അസ്വസ്ഥതകളും ഈ കണ്ണിൽ കുരു കൊണ്ട് ഉണ്ടാവും. അപ്പം നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറ്? സാധാരണ എൻ്റെ അടുത്ത് വരുന്നവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കൈ ഇങ്ങനെ ചൂടാക്കിയിട്ട് ചെറിയൊരു വിരൽ വെച്ച് ചൂടാക്കി ഇങ്ങനെ വെച്ചാൽ മതി എന്നുള്ള ഒരു, പണ്ട് മുതലേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. കണ്ണിൽ കുരു വന്നാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വിരലൊന്ന് ചൂടാക്കി വെച്ച് കൊടുത്താൽ മതി, മാറും. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കോമൺ ആയിട്ട് കാണുന്നത് ഒരുപാട് കുരു, അതായത് ഇപ്പോൾ അപ്പർ ഐലിഡ്, അതായത് നമുക്ക് മുകളിലത്തെ കൺപോളയുണ്ട്, താഴത്തെ ഉണ്ട്, അതേപോലെ റൈറ്റ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്. അപ്പം ഈ രണ്ട് ഭാഗത്തും വരുന്ന, പ്രത്യേകിച്ച് കുട്ടികളിൽ, ഒരു ടീനേജേഴ്സിൽ ഒരുപാട് കണ്ണിൽ കുരു, അതായത് മാറി മാറി റൈറ്റ് വരും, പിന്നെ ലെഫ്റ്റ് വരും, പിന്നെ ലെഫ്റ്റ് വരും, അങ്ങനെ മാറി മാറി വരുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസസിന് നമുക്ക് അതിൻ്റെ കോസസ് അന്വേഷിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ണിൻ്റെ സ്ട്രെയിൻ ആണ് കാരണം. കണ്ണിൻ്റെ സ്ട്രെയിന്, ഉറക്കമില്ലായ്മ, പിന്നെ നമുക്ക് ഒരു മെയിനായിട്ട് ഈ രണ്ട് കാരണങ്ങളാണ്. പിന്നെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റെഫൈലോകോക്കൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒരു കാരണമാണ്. എന്നാലും ഇതിൻ്റെ മെയിൻ കോസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഉറക്കമില്ലായ്മയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളിലാണെങ്കിൽ, എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് കേസ് കിട്ടിയത്, ഏറ്റവും ലാസ്റ്റായിട്ട് വന്നത് ആ മോൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ, ഈ രാത്രി ഇരുന്ന് അവർ +2 ഈ നീറ്റിന് വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഉറക്ക പ്രശ്നം വന്നിട്ട് അത് കാരണമാണ് ആ കുട്ടിക്ക് അടിക്കടി ഇങ്ങനെ കണ്ണിൽ കുരു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കട്ടിയായി, അതായത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഹാർഡ് പോർഷൻ പോലെയായി. അപ്പോൾ അതിന് വേറെ പല ഡയഗ്നോസിസുകളുണ്ട്. ചിലപ്പോൾ അത് മാറി കലാസയൻ അങ്ങനെയൊക്കെ വേറെ ഇതിലേക്ക് മാറാനൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇത് കണ്ണിൽ കുരു തന്നെയാണ്, പക്ഷെ അത് കട്ടിയായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് ചെറിയൊരു സർജറി ചെയ്ത് അതിൻ്റെ റൂട്ട് എടുത്ത് കളയണം, എന്നാൽ മാത്രമേ നമുക്കത്, എന്നാണ് അലോപ്പതി വിഭാഗം പറയുന്നത്. എന്ന് വെച്ചാൽ ആ റൂട്ട് എടുത്ത് കളയണം എന്നുള്ളതാണ്. രണ്ട് കണ്ണിലും ഇതേപോലെ ഒരു കല്ലപ്പ് പോലെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമുക്ക് നല്ല രീതിയിൽ അത് കുറയ്ക്കാൻ പറ്റും. മരുന്നുകൾ കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണ്. അപ്പോൾ ആ മോനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് മരുന്ന് എടുക്കുകയായിരിക്കും നല്ലത്. കാരണം നമ്മളിപ്പോൾ സർജറി ചെറിയൊരു സർജറിയാണ് എങ്കിൽ പോലും നമുക്കിത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി വരാനൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് ടെൻഡൻസി ഒഴിവാക്കുന്നത് തന്നെയാണ് ഈ കേസിൽ നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മൾ മരുന്ന് കൊടുത്ത് അത് ക്ലിയർ ചെയ്തു. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, അതും ഒരു ഉറക്കം കറക്റ്റ് ആവാത്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഈ കുട്ടി ഇപ്പോൾ പഠിച്ചത് കൊണ്ടാണ് വന്നതെങ്കിലും, പക്ഷേ വേറെ പല കേസസും, ഒരുപാട് കേസസ് വരുന്നതാണ്. അപ്പം ആ പഴയ കേസുകളിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് രാത്രി ഉറങ്ങാതിരിക്കുന്ന, ഇത് ഫോൺ കണ്ടിട്ടോ
അങ്ങനെ. അല്ലെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ പിള്ളേർ എന്താന്ന് വെച്ചാൽ കുറേ ലേറ്റ് നൈറ്റ് കിടക്കുക എന്നുള്ളൊരു നൈറ്റ് ലൈഫ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം ലേറ്റ് ആയിട്ട് കിടന്നിട്ടാണ് കൂടുതലുമായിട്ടും ഇങ്ങനത്തെ കേസസ് നമുക്ക് കൂടി വരുന്നത്. അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ കല്ലപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പോവില്ല. എത്ര നമ്മൾ കണ്ണിൽ കുരു ക്ലിയർ ആയാലും ആ ഒരു കല്ലപ്പ് നമുക്ക് ക്ലിയർ ആയി പോവാതെ നിൽക്കുന്നതും പിന്നീട് നമുക്ക് അത് സർജറി വേണ്ട ഒരു കണ്ടീഷനിൽ പോലും നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ഹോമിയോ മരുന്നുകൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോസസ് നിന്നാണ് ഇങ്ങോട്ട് കടന്നത്. അപ്പോൾ കോസസിൽ എന്താന്ന് വെച്ചാൽ ഹെയർ ഫോളിക്കിളിന്റെ അവിടെ, അതായത് നമ്മുടെ കൺപീലിയുടെ അറ്റത്താണ് നമുക്ക് ഈ ഒരു കുരു വരുന്നതെങ്കിൽ എവിടെ വേണമെങ്കിൽ വരാം. ഇന്നർ ഔട്ടർ എല്ലാ ഭാഗങ്ങളിലും ഇതിന്റെ വരാം. കൺപോളയുടെ പുറത്തും അകത്തും വരാം. അതേപോലെ തന്നെ കൺപീലിയുടെ അറ്റത്തും വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് ഒരു പ്രധാന കാരണം നമുക്ക് അഴുക്കിയിരുന്നിട്ട് അതിന്റെ പോഴ്സ്, അതിനൊരു ചെറിയ ചെറിയ നമുക്ക് ഇതുണ്ട്, പൊത്തുകളുണ്ട്. ചെറിയതാണ്, പക്ഷെ അതൊരു ഹൈഡ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിന്നിലെ പോറുകളാണ് അതെല്ലാം അടഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ. അഴുക്കിരുന്നിട്ടാവാം, താരൻ ഇരുന്നിട്ടാവാം. ഇപ്പൊ മുടിയിലെ താരൻ താഴോട്ട് ഇറങ്ങിയിട്ട് കൺപീലിയിൽ വന്ന് നിന്നിട്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പുകൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേക്കപ്പുകൾ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാതെ അത് വന്ന് അടിഞ്ഞിട്ടും നമ്മുടെ ഈ ഒരു പോഴ്സ് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അഴുക്കോ അല്ലെങ്കിൽ താരനോ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ നമ്മുടെ ഈ ഒരു കൺപോളയുടെ ഭാഗത്ത് വന്ന് അടിഞ്ഞിരുന്നു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റൈ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ സ്റ്റൈയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ വെറുതെ കുരുവായിട്ട് വരും. അത് രണ്ട് രീതിയിലാണ് മാറിപ്പോകുന്നത്. ഒന്നില്ലെങ്കിൽ ചുങ്ങിപ്പോവും, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പൊ സാധാരണഗതിയിൽ ചുങ്ങിപ്പോകുന്നതാണ് കണ്ണിന്റെ കേസസിൽ കണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിലും ചില സമയങ്ങളിൽ ഇതിങ്ങനെ ഒരു ചെറിയ പസ് നടുഭാഗത്ത് വന്നിട്ട് ഒരു ചെറിയൊരു ഡോട്ട് പോലെ ഒരു നടുഭാഗത്ത് കല്ലിപ്പിന്റെ നടുഭാഗത്ത് വന്നിട്ട് അത് പൊട്ടിപ്പോകുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പൊട്ടിപ്പോകുന്ന ടൈപ്പ് അത് ഭയങ്കര വേദനാജനകമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ അത് കൂടുതലും ചുങ്ങിപ്പോവാനാണ് മരുന്ന് കൊടുക്കുമ്പോൾ ഉണ്ടാവാറ്. ഇത് പക്ഷെ ആ കല്ലിപ്പ് മുഴുവനായിട്ട് പോകണം. അതായത് നമ്മളിപ്പോൾ മരുന്ന് തുടങ്ങി കണ്ണിലെ കുരു കുറവുണ്ട്, ഇപ്പോൾ നമ്മൾ ഹോമിയോ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു, കണ്ണിൽ കുറവുണ്ടെങ്കിൽ പോലും അത് മുഴുവനായിട്ട് അതിൻ്റെ ആ ഒരു ചെറിയ കല്ലപ്പ് പോലും ബാക്കി നിൽക്കാതെ അത് പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മാത്രവുമല്ല, ഇപ്പം അങ്ങനെ ഒരു ടെൻഡൻസി, ഇപ്പോൾ ഈ മന്ത് റൈറ്റിൽ വന്നു, അടുത്ത മന്ത് ലെഫ്റ്റിൽ വന്നു എന്ന് പറയുന്ന ടെൻഡൻസി ഉള്ള ആളുകളാണെങ്കിൽ അത് നല്ല പോലെ ഒരു 6 മന്തെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്ത് കണ്ണിൽ കുരു വരുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ നമ്മൾ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അതും ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇതിന് ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കോസസിൽ പിന്നെ വരുന്നത്, അതായത് കാരണങ്ങളിൽ വേറെ പല കാരണങ്ങൾ എന്താന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് ഈ അഴുക്കിരുന്നിട്ട് ആ ശുചിത്വത്തിന്റെ കുറവാണ്. പിന്നെ നമ്മൾ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത് നമ്മൾ എടുക്കുകയും വെക്കുകയും ചെയ്യുന്നതും ചില സമയങ്ങളിൽ ഒരു ഇൻഫെക്ഷൻ, കോണ്ടാക്ട് ലെൻസ് കണ്ണിലോട്ട് വെക്കുന്നതും ഉപയോഗം കഴിഞ്ഞിട്ട് ഒഴിവാക്കുന്നതും അതും ഒരു കോസാണ്. ആ സമയത്ത് ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ താരന്റെ പ്രശ്നം, പിന്നെ ഉറക്കമില്ലായ്മയുടെ പ്രധാനം ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ എപ്പോഴും ഈ കണ്ണിന്റെ സ്ട്രെയിൻ, അതായത് നമ്മൾ മൊബൈൽ നോക്കിയിരുന്ന് രാത്രി കിടക്കുന്നത്, അപ്പൊ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആണ്. പിന്നെ നമ്മുടെ ജോലികൾ, പലതരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്ട്രെയിൻ കൂടുതലുള്ള തരം ജോലികൾ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ ടിയേഴ്സ്, അതായത് കണ്ണുനീര് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ണുനീര് കുറഞ്ഞു പോകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിന്ന് എന്തെങ്കിലും ഒരു പുറത്തുനിന്നുള്ള ഫോറിൻ ബോഡി, അതായത് പുറത്തുനിന്നുള്ള എന്തെങ്കിലും അഴുക്കോ പൊടിയോ ഡസ്റ്റോ എന്ത് സാധനമാണെങ്കിലും, എന്ത് പുറത്തുനിന്നുള്ള വന്നാലും അതിനെ പുറന്തള്ളാനായിട്ട് നമുക്ക് കണ്ണുനീരില്ല. അപ്പൊ ഈ കണ്ണുനീരില്ലാത്തതിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഇങ്ങനെ അടിഞ്ഞ് ഓരോ ഭാഗങ്ങളിലായിട്ട് കണ്ണിന്റെ പോളയിലോ എവിടെയെങ്കിലും ഒട്ടി നിൽക്കും. അത് പക്ഷെ കളയാനായിട്ട് ടിയേഴ്സ് കുറവായിരിക്കും. അതിന്റെ ഭാഗമായിട്ടും ഇങ്ങനെ കണ്ണില് കുരു കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ലോണം ഫ്രഷ് ആയിട്ട് ഇരിക്കുക, മുഖം എപ്പോഴും ക്ലെൻസ് ചെയ്യുക.
ഏറ്റവും അധികം ചെയ്യേണ്ടത് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് മുഖം വൃത്തിയാക്കി സൂക്ഷിക്കുക മെയിനായിട്ട്. പിന്നെ ഉറക്കം കളയാതിരിക്കുക. പിന്നെ ടിയേഴ്സ് ഉണ്ടാവാനായിട്ട് ഇപ്പോഴത്തെ ഒരു സ്റ്റഡീസ് പറയുന്നത് നമുക്ക് ഈ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിലും, ഭയങ്കര സ്ട്രെസ്, വർക്ക് ടെൻഷൻ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുറേ സ്ട്രെസ് ബേസ് ചെയ്തിട്ടും നമ്മുടെ ടിയേഴ്സ് കുറയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഈ ടിയേഴ്സ് കുറയും തോറും നമ്മുടെ ശരീരം ഡീഹൈഡ്രേഷൻ ആണ്, അതായത് ശരീരം മൊത്തമായിട്ട് ഡീഹൈഡ്രേഷൻ ആവും. സ്ട്രെസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഡീഹൈഡ്രേഷൻ, അതായത് വെള്ളമില്ലാത്ത അവസ്ഥ, നിർജ്ജലീകരണം എന്നാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഒട്ടും ശരീരത്തിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥ വരെയും അതിൻ്റെ ഭാഗമായിട്ട് കണ്ണിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോറിൻ ബോഡീസ് എന്ത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ ചെന്നാലും അത് പുറത്ത് കളയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതും എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഒന്നും കൂടി ഒന്ന് കണ്ണിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കുക, ക്ലെൻസ് ചെയ്യുക, ആവശ്യത്തിനുള്ള ചെറിയ കണ്ണിൻ്റെ എക്സർസൈസസ് ചെയ്യാൻ ശ്രമിക്കുക, കണ്ണ് റിലാക്സ്ഡ് ആക്കി വെക്കുക. ഈ കണ്ണ് റിലാക്സ്ഡ് ആക്കി വെക്കാത്തതിൻ്റെ ഒരു ഭാഗവുമാണ് നമ്മൾ ഒട്ടും റിലാക്സ് ചെയ്യാതെ ഇരുന്ന്, ഇതിപ്പം സിനിമയാണെങ്കിലും ഫോണാണെങ്കിലും പഠിപ്പാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും കണ്ണിൻ്റെ സ്ട്രെയിൻ നമ്മൾ ഈ ഒരു പ്രശ്നം ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതി. പക്ഷേ എങ്കിലും പിന്നെ നമുക്ക് പറയുന്ന ഒരു കണ്ടീഷൻ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ മല്ലിയില വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ആ ഒരു തിളപ്പിച്ചാറിയ വെള്ളം ആറ്റിയിട്ട് മീൻസ് ഊറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണിൽ ചെറുതായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കാം. അതേപോലെ വെളുത്തുള്ളിയുടെ നീര് ആ ഭാഗത്ത് മാത്രം, അതായത് കണ്ണിൻ്റെ ആ കുരുവിൻ്റെ ഭാഗത്ത് മാത്രം കണ്ണിലൊന്നും ആവാതെ തേച്ച് കൊടുക്കാം. അതേപോലെ കറ്റാർവാഴയുടെ നീര് നല്ലതാണ്. പിന്നെ നമുക്ക് ഈ ടീ ബാഗ്, അതെപ്പോഴും ഈ ഒരു ഇതിന് കണ്ണിൽ കുരു വരാതിരിക്കാൻ നല്ലതാണ്. ടീ ബാഗ് നമുക്ക് ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ആ ഒരു ചെറിയ ചൂട്, ലൈറ്റ് ആയിട്ടുള്ളൊരു വാം ആയിട്ടുള്ള ടീ ബാഗ് നമുക്ക് കണ്ണിൻ്റെ ആ കുരുമ മാത്രം വെച്ച് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ഇതൊരു ടെൻഡൻസി ഉള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കാര്യമില്ല. വീണ്ടും ഒരു 1 month മാക്സിമം അപ്പം തന്നെ വേറൊരു സ്ഥലത്ത് ഇത് പൊങ്ങുന്നത് കാണുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർ, അങ്ങനെ ഒരു പ്രശ്നമുള്ളവരും, പിന്നെ കല്ലിപ്പ് തുടരുന്നവരും, അതായത് ചെറിയൊരു സർജറി വേണം എന്ന് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നവരും നിർബന്ധമായും നമ്മൾ ഹോമിയോ മരുന്ന് കഴിക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഡൻസി പൂർണ്ണമായിട്ടും എടുത്തു മാറ്റാനും അപ്പോൾ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് രക്ഷപ്പെടാനും, പ്രത്യേകിച്ചും കണ്ണാണ്. പിന്നെ ഒരുപാട് പേര് പറയുന്നത്, ഇപ്പോൾ ടീനേജേഴ്സൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക, മുഖത്താണല്ലോ ഇത് വരുന്നത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇതെല്ലാം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിന് അനുസരിച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.